എമ്പുരാൻ എന്ന ചിത്രം ഉൾപ്പെടെ ഒരുപാട് പുതിയ ചിത്രങ്ങളുടെ ഓൺലൈൻ റിലീസ് തീയതികളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ റഹ്മാൻ, ധ്യാൻ ശ്രീനിവാസ് എന്നിവയൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാള ചിത്രമാണ് ബാഡ് ബോയ്സ് എന്ന ചിത്രം. ഇതൊരു കോമഡി എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. ചിത്രത്തിന് അന്നൊരു ആവറേജ് റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രം മനോരമ മാക്സിലൂടെ വൈകാതെ തന്നെ പ്രീമിയർ ചെയ്യുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മനോരമ മാക്സിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാവന പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാള ചിത്രമാണ് ഹണ്ട്. ഇതൊരു ഹൊറർ ത്രില്ലർ ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ മനോരമ മാക്സ് ആണ് വാങ്ങിയിട്ടുള്ളത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രം മനോരമ മാക്സിലൂടെ വൈകാതെ തന്നെ ഈ അടുത്ത ആഴ്ചകളിലായിട്ട് തന്നെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ചിത്രം ആന്റണി പെപ്പെ നായകനായിട്ട് എത്തിക്കൊണ്ട് ഈ വർഷം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ദാവീദ് എന്നൊരു മലയാള ചിത്രമാണ്. ഇതൊരു ബോക്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. ചിത്രത്തിന് അത്യാവശ്യം നല്ല റിപ്പോർട്ടുകളൊക്കെ തന്നെയായിരുന്നു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു ചിത്രം C5 എന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് മുതൽ പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് ദിലീഷ് പോത്തൻ, ജാഫർ ഇടുക്കി എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്നൊരു മലയാള ചിത്രമാണ്. ഇതൊരു ഫീൽ ഗുഡ് മൂവി കൂടിയാണ്. ചിത്രത്തിന് അന്നൊരു ആവറേജ് അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ സൺനെസ്റ്റ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൺനെസ്റ്റിലൂടെ ഈ ഒരു ചിത്രവും ഇന്നു മുതൽ പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചെറിയൊരു മലയാള ചിത്രമാണ് കട്ടീസ് ഗ്യാങ് എന്നൊരു ചിത്രം. ഈ ഒരു ചിത്രത്തിൻ്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് സൺനെസ്റ്റ് ആണ്. അപ്പോൾ സൺനെസ്റ്റിലൂടെ ഇന്ന് ഈ ഒരു ചിത്രവും പ്രീമിയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ചിത്രം ബേസിൽ ജോസഫ് പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് ഈ വിഷു റിലീസായിട്ട് വന്നിട്ടുണ്ടായിരുന്ന മരണമാസ് എന്ന ചിത്രമാണ്. പേഴ്സണലി എനിക്ക് ഈ അടുത്ത് മലയാളത്തിൽ നിന്ന് വന്നിട്ടുള്ള ചിത്രങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും മികച്ചൊരു കോമഡി മൂവി ആയിട്ട് തോന്നിയ ഒരു ചിത്രം കൂടിയാണിത്. ഈ ഒരു ചിത്രം ഇപ്പോൾ നല്ല രീതിയിലാണ് തിയേറ്ററുകളിലൂടെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ സോണി ലീവ് ആണ് വാങ്ങിയിട്ടുള്ളത് എന്നിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ സോണി ലീവിലൂടെ ഒരു മാസം ഒരു മലയാള ചിത്രം മാത്രമേ പ്രീമിയർ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന മെയ് മാസം സോണി ലീവിലൂടെ പ്രീമിയർ ചെയ്യാൻ പോകുന്ന മലയാള ചിത്രം മരണമാസമായിരിക്കും. മെയ് മാസം ആദ്യ 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ ഒരു ചിത്രം സോണി ലീവിലൂടെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വിഷു റിലീസായിട്ട് വന്നിട്ടുള്ള മറ്റൊരു മലയാള ചിത്രമാണ് ഖാലിദ് റഹ്മാൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ആലപ്പുഴ ജിംഖാന എന്ന ചിത്രം. ചിത്രത്തിൽ നെസ്ലിൻ, ലുക്മാൻ, വിനായകൻ എന്നിങ്ങനെ ഒരുപാട് പേർ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷു റിലീസായിട്ട് വന്നിട്ടുള്ള മലയാള ചിത്രങ്ങളിൽ ഏറ്റവും വലിയ വിജയമായി മാറിയിട്ടുള്ള ചിത്രം ഈ ചിത്രം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറോ തന്നെയായിരിക്കും ഏറ്റെടുക്കാൻ പോകുന്നത്. ഇതിൽ ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏറ്റെടുത്താലും ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ പ്രീമിയർ ഒരുപാടൊന്നും വൈകില്ല. ഈ വരുന്ന മെയ് മാസം പകുതിയോടുകൂടി തന്നെ ഈ ഒരു ചിത്രം ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യും. അടുത്ത ചിത്രം എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ കൂടെ കഴിഞ്ഞ മാസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ചിത്രമാണ് വിക്രം നായകനായിട്ട് എത്തിക്കൊണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന വീര ധീര സൂറ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ സുരാജ് ഏട്ടനും ഒരു പ്രധാന വേഷമൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന് അന്ന് ഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഏപ്രിൽ മാസം അടുത്ത ആഴ്ച തന്നെ ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏപ്രിൽ 25-ാം തീയതി ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ പ്രീമിയർ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അധികം പേർ ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ബ്രൊമാൻസ് എന്ന മലയാള ചിത്രം. ഇതൊരു കോമഡി മൂവി കൂടിയാണ്. ചിത്രത്തിന് അത്യാവശ്യം നല്ല റിപ്പോർട്ടുകളൊക്കെ തന്നെയായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഇപ്പോൾ അവസാനം നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിയിട്ടുള്ളത് എന്ന് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രവും അടുത്ത മാസം, അതായത് മെയ് മാസം ഫസ്റ്റ് വീക്കിലായിട്ട് പ്രീമിയർ ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ ലാലേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന എമ്പുരാൻ എന്ന മലയാള ചിത്രമാണ്. മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ള ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഹൈപ്പിൽ വന്നിട്ടുള്ള ഒരു ചിത്രം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ഈ ഒരു ചിത്രത്തിന് പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി അത്യാവശ്യം നല്ലൊരു ചിത്രമായിട്ടാണ് തോന്നിയത്. ഏതായാലും ഈ ഒരു ചിത്രമാണ് ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയെടുത്തിട്ടുള്ള ചിത്രമായിട്ട് അറിയപ്പെടുന്നത്. ഈ ഒരു ചിത്രത്തിന് ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 260 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ അവസാനം ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിയിട്ടുള്ളത് എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം അടുത്ത ആഴ്ച, അതായത് ഏപ്രിൽ 24-ാം തീയതിയോട് കൂടിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ ഇന്നലെ കൺഫേം ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബൈ.